الحمد لله الذي خلق فسوى والذي قدر فهدى نحمده سبحانه ونشكره على نعم الله لا تعد ولا تحصى نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له العلي الأعلى وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فبأي آلاء ربكما تكذبان فيومئذ لا يسأل عن ذنبه إنس ولا جان فبأي آلاء ربكما تكذبان ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ലോകത്തിൻ്റെ സൃഷ്ടാവ് കാരുണ്യവാനായ സദാസമയവും നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക്, ജീവികൾക്ക്, ജന്തുക്കൾക്കെല്ലാം ആവശ്യമായതെല്ലാം നൽകുന്ന ഖാലിഖായ റാസിഖായ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾക്ക് നന്ദി കാണിച്ച് അവനിഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടി നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണേ എന്ന ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, സഗൗരവത്തിൽ വസിയത്ത് നൽകുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം നന്മകളിൽ മുന്നോട്ടു പോകുന്ന മത്സരിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ കണക്കില്ലാത്ത, എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത ഒട്ടനേകം അനുഗ്രഹങ്ങൾ ലഭിച്ചവനാണ് ഞാനും നിങ്ങളുമൊക്കെ. ഒരുപക്ഷെ നമ്മൾ നിത്യവും അത്തരം ഒട്ടനേകം നിഅമത്തുകൾ അനുഭവിച്ചും ആസ്വദിച്ചും ജീവിച്ചിരിക്കുമ്പോൾ അതെന്റെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകരുതേ എന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. ഇന്ന് നാം അനുഭവിക്കുന്ന ഏതെങ്കിലും അല്ലാഹുവിന്റെ ഒരു അനുഗ്രഹം നമ്മളിൽ നിന്നങ്ങ് നീങ്ങിപ്പോയാൽ അതിനെ തിരിച്ചു തരാൻ വേറെ ഒരാൾക്ക് സാധ്യമല്ല. അത് മറക്കാതെ നമ്മൾ ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ എന്ന നമുക്കെല്ലാം സുപരിചിതമായ അധ്യായത്തിൽ 31 തവണ അല്ലാഹു തആല ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇൻസ് വർഗമേ, ജിന്നു വർഗമേ, നിങ്ങളുടെ അനുഗ്രഹങ്ങളെ, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് എങ്ങനെയാ നിഷേധിക്കാൻ കഴിയുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ സുഖ അനുഗ്രഹങ്ങൾ തന്നിട്ട് അതിനെ നിഷേധിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാ സാധിക്കുന്നത്? ഒരേ കാര്യം 31 തവണ ചോദിക്കണമെങ്കിൽ അതിന്റെ കാമ്പെത്രയാണ്? فبأي آلاء ربكما تكذبان. ഇൻസുവർഗത്തെയും ജിന്നുവർഗത്തെയും ഉദ്ദേശിച്ചുകൊണ്ടാ ചോദിക്കുന്നത്.
അള്ളാഹുവിൻ്റെ ആയാത്തുകളെ, അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും എങ്ങനെയാണ്, ഏതിനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുന്നത്? ഇത് അല്ലാഹ് തന്നതല്ല, ഇതിനോടൊന്നും ഞാൻ നന്ദി കാണിക്കേണ്ടതില്ല, ഇതൊന്നും അത്ര വലിയ കാര്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന എന്ത് ഒരു നിഅമത്താ നിങ്ങൾക്കുള്ളത്? അല്ലാഹു തആല എത്രയോ സന്ദർഭങ്ങൾ നമ്മളെ അത് ഓർമ്മപ്പെടുത്തുകയാണ്. ഹിദായത്ത് എന്ന മഹത്തരമായ അനുഗ്രഹം നമുക്ക് ലഭിച്ചു. ഇസ്ലാമിന്റെ തീരത്തെത്താൻ കഴിഞ്ഞു, വിശുദ്ധ ഖുർആനിന്റെ വക്താക്കളാകാൻ കഴിഞ്ഞു. വലിയ ഒരു ഏറ്റവും വലിയ സന്മാർഗത്തിന്റെ വക്താക്കളാകാൻ കഴിഞ്ഞാൽ അതൊരു നിഅമത്ത് തന്നെയല്ലേ? ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതും അള്ളാഹു നൽകിയിട്ടുള്ള വല്ലാത്തൊരു നിഅമത്താണ്. നിർഭയത്വത്തോടെ സുരക്ഷിതമായി നമ്മളും നമ്മുടെ കുടുംബവും ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയ നിഅമത്താണ്. അതില്ലാത്ത രാജ്യങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ മതി. മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ തകാസുറിലെ ഒരു ചെറിയ ആയത്തെടുത്ത് വിശദീകരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിഅമത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അത് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. ثُمَّ لَتُسْأَلُنَّ يَوْمَئِذٍ عَنِ النَّعِيمِ. തീർച്ചയായും പിന്നീട് നിങ്ങളെ എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ആരോടാ പറയുന്നത്? കഴിക്കാൻ വിഭവസമൃദ്ധമായ ഭക്ഷണമല്ല, വെറും ഈത്തപ്പഴം കൊണ്ട് ജീവിച്ചിരുന്ന ജനതയോട്. കുടിക്കാൻ നാടുനീളെ കുടിവെള്ള സംവിധാനങ്ങളില്ലാത്ത, അല്പം മാത്രം ലഭിക്കുന്ന വെള്ളമുള്ള നാട്ടിലാണ് ഈ ആയത്തിന്റെ പശ്ചാത്തലം. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഇന്നഹുമല്ലസ്വദാൻ, നബിയേ, ഈ ഈത്തപ്പഴം കൊണ്ടും വെള്ളം കൊണ്ടും ജീവിക്കുന്ന ഞങ്ങളൊക്കെ ഇതിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുമോ? പേടിയോടെയാണ് ആ ചോദ്യം. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ കൊടുത്ത മറുപടി, അമാ ഇന്നഹു സയകൂൻ. അതെ, അത് കിട്ടിയിട്ടുണ്ടോ എങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നത് തന്നെയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്, നമുക്ക് വിശപ്പെന്ന് പറയുന്ന വല്ല പ്രയാസം ഉണ്ടായിട്ടുണ്ടോ? മഹാനായ നമ്മുടെ നേതാവ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, വയറ് കാളിയിട്ട്, ഭക്ഷണമില്ലാഞ്ഞിട്ട്, വിശപ്പ് താങ്ങാനാവാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുകയാണ്. കുറച്ചങ്ങ് ദൂരം നടന്നപ്പോ രണ്ടാളുകളെ, പരിചയമുള്ള ആളുകളെ കാണുകയാണ്. അബൂബക്കറിൻ വ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ. പ്രമുഖരായ രണ്ട് സഹാബിമാരെയാ കാണുന്നത്, അബൂബക്കർ റളിയല്ലാഹു, ഉമർ റളിയല്ലാഹു അൻഹു. ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്നത്? അവര് പറഞ്ഞു, ഇല്ലൽ ജൂ യാ റസൂലല്ലാഹ്. റസൂലേ, സത്യം പറയാലോ, വിശന്നിട്ടാണ്. വിശപ്പ് താങ്ങാനാവാതെ, സഹിക്കവയ്യാതെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമോ നോക്കാൻ പുറത്തിറങ്ങി നടന്നു നോക്കുകയാണ്. 3 പേരും കൂടെ യാത്ര ഇങ്ങനെ വഴിയിലൂടെ നീങ്ങി ഒരു അൻസാരിയുടെ വീട്ടിൽ പ്രതീക്ഷയോടെ കയറി ചെല്ലുകയാണ്. വീട്ടിൽ ആ സ്വഹാബി അവിടെ ഉണ്ടായിരുന്നില്ല. ഭാര്യ കയറിയിരിക്കാൻ പറഞ്ഞു. ആതിഥ്യ മര്യാദകളെല്ലാം പാലിക്കുകയാണ്. ആ വീട്ടിലേക്ക് വന്ന 3 വിശിഷ്ട അതിഥികളെ കണ്ടപ്പോ ആ വീട്ടിലെ ഉമ്മ സഹോദരി അതാ അവിടെ നിന്ന് കൊടുക്കുകയാണ്, ഭക്ഷണം കൊടുക്കുക. എന്താ കൊടുത്തത്? ബുസ്റും വതംറും വറുതബുൻ, കുറച്ച് ഈത്തപ്പഴാണ്. അങ്ങനെ അത് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വഹാബി വന്നു. ഇന്നെനിക്ക് വിശിഷ്ടമായ അതിഥികളാണല്ലോ എന്ന് വിചാരിച്ച് ഈ വിശന്ന് വരഞ്ഞ സംഭവം ഒന്നും പറഞ്ഞില്ല. അവർക്ക് വേണ്ടി സൽക്കാരം ഒരുക്കി ഒരു ആടിനെ അറുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് 3 പേരും പുറത്തിറങ്ങി നടക്കുക. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, ലതുസ്അലുന്ന അൻ ഹാദാ, ഈ ഒരു കാര്യത്തെക്കുറിച്ച്, അനിൻ നഈമി യൗമൽ ഖിയാമ. ആരോട്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട്, ഉമർ റളിയല്ലാഹു അൻഹുവോട് പറയാണ്, ഈ നിഅമത്തിനെ കുറിച്ച് നാളെ പരലോകത്ത് റബ്ബ് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. വിശന്ന് വലഞ്ഞുകൊണ്ടാണ് നമ്മൾ പുറത്തിറങ്ങി നടന്നത്. നമ്മൾ തിരിച്ചു പോകുന്നത് ആവശ്യമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടാണ്. നമ്മൾ ഈ പശ്ചാത്തലം നമ്മുടെ വീട്ടിൽ എത്ര തവണ പറയേണ്ടി വരും? സൽക്കാരം കൊണ്ട് മനം മടുത്തവരാണ് നമ്മൾ. രുചികരമായ ഭക്ഷണങ്ങൾ കഴിച്ചു മടുത്ത് വേണ്ടാന്ന് പറയുന്നവരാണ് നമ്മൾ.
ഒരു ജീവിതത്തിന്റെ അന്നം കിട്ടാൻ അല്ലെങ്കിൽ ജീവിതത്തിന്റെ വിശപ്പടക്കാൻ വേണ്ടി പുറത്തിറങ്ങി നടന്നവരോടാ പറയുന്നത്, ഇത് ചോദ്യം ചെയ്യപ്പെടൂട്ടോ. സഹോദരങ്ങളെ, പ്രമാണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാർ അള്ളാഹു തന്ന നിഅമത്തിന് നന്ദിയുള്ളവനായി മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചവരായിരുന്നു നബിമാര്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ദുആ നോക്കൂ നിങ്ങൾ. റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. അല്ലാഹുവേ, നീ തന്ന നിഅമത്തുകൾക്ക് നന്ദി കാണിക്കാൻ എന്നെ സഹായിക്കണം അല്ലാ. എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനാകാൻ എന്നെ സഹായിക്കണം റബ്ബേ. സുലൈമാൻ നബിന്റെ പ്രാർത്ഥന. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ അള്ളാഹിനോട് പ്രതിജ്ഞയായി പറയാണ്, റബ്ബി ബിമാ അൻഅംത അലയ്യ ഫലൻ നകൂന ളഹീറൻ ലിൽ മുജ്രിമീൻ. റബ്ബേ, നീ നൽകിയ നിഅമത്ത് കൊണ്ട് ഞാൻ ഒരിക്കലും കുറ്റവാളികൾക്ക് ഒരു സഹായിയായി മാറുന്നവനാകില്ല അല്ലാഹ്. പാപം ചെയ്യാൻ, കുറ്റം ചെയ്യാൻ നീ തന്ന നിഅമത്ത് വെച്ചുകൊണ്ട് ഞാൻ സഹായിക്കില്ല റബ്ബേ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ അഹ്ലികാരോട് നമ്മളോടൊക്കെ പറഞ്ഞു, ബലില്ലാഹ ഫഅബ്ദു വകും മിനശ്ശാകിരീൻ. അല്ലാഹനെ ആരാധിക്കുക, അല്ലാഹ്ക്ക് ശുക്ർ ചെയ്യുന്നവരായി മാറുക. കേവലം ഒരു ശുക്റിന്റെ വാക്കിലല്ല, പ്രവർത്തനം കൊണ്ട്, വിശ്വാസം കൊണ്ട്, സ്വഭാവം കൊണ്ട്, കർമ്മം കൊണ്ട് ജീവിതത്തിലുടനീളം പടച്ചവൻ തന്നത് മറക്കാതെ ഒരു നിഅമത്തുള്ള ശുക്റിന് കാണിക്കുന്ന വ്യക്താവായി നമ്മൾ മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാൻ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഒരാള് പകൽ സമയത്ത് രാവിലെ പ്രാർത്ഥിച്ചാൽ അന്നത്തെ പകല് മുഴുവൻ അവൻ നന്ദി കാണിച്ചവനാണ്. നമ്മൾ പ്രാർത്ഥിച്ചോ? ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു, ഏതാ? അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബിഅഹദിൻ മിൻ ഖൽഖിക് ഫമിൻക വഹദക ലാ ശരീക ലക് ഫലകൽ ഹംദു വലകശ് ശുക്ർ. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കേണ്ടതായിരുന്നു. اللهم ما أصبح بي من نعمة أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, അല്ലാഹുവിനോട് വാഗ്ദാനം പറഞ്ഞുകൊണ്ട്, നിഅമത്തുകളെ സ്മരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ശുക്ർ പറയുന്ന ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ഫഖദ് അദ്ദാ ശുക്ര ദാലികൽ യൗം. അന്നത്തെ പകൽ അവൻ അല്ലാഹുവിനോട് ശുക്ർ കാണിച്ചവനാണ്. اللهم ما أمسى بي من نعمة أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر. ചെറിയൊരു വ്യത്യാസം. ഈ പ്രാർത്ഥന വൈകുന്നേരം പ്രാർത്ഥിച്ചാൽ അവന് രാത്രി മുഴുവൻ അല്ലാഹുവിനോട് നന്ദി കാണിച്ചവനാണ്. ഇതൊക്കെ പടച്ചോൻ തന്നതാണ് എന്ന ബോധത്തോടെ, ഓർമ്മയോടെ അവനെ സ്മരിക്കുന്നവനായി മാറാൻ വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒട്ടനേകം നിഅമത്തുകൾ നമുക്ക് പറയാനുണ്ട്. ഒരു ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു ഏറ്റവും വലിയ നിഅമത്തായി പറയാൻ നമ്മുടെ കാഴ്ച, നമ്മുടെ കണ്ണുകൾ എത്ര വലിയ നിഅമത്താണെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഒരു ചെറിയ കരട് ചാടിയാൽ സഹിക്കാനാവാത്തവരാണ് നമ്മൾ. കണ്ണ് ചുവന്ന് മാറിക്കൊണ്ടിരിക്കും. ചെറിയ പ്രയാസങ്ങൾ പോലും കണ്ണിന് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർക്കും. അതിന്റെ കാഴ്ചയുടെ ചെറിയൊരു മങ്ങല് പോലും നമ്മുടെ ജീവിതത്തിനെ അസ്വസ്ഥമാക്കുന്നു. അല്ലാഹു തആല ഇടക്കിടക്ക് പറയുന്നുണ്ട്, അലം നജ്അൽ ലഹു ഐനൈൻ. അല്ലാഹു നിങ്ങൾക്കതാ രണ്ട് കണ്ണുകളെ നൽകിയവനല്ലേ? രണ്ട് കണ്ണുകൾ നിങ്ങൾക്ക് നൽകിയില്ലേ? നിങ്ങൾക്ക് കാഴ്ചശേഷി നൽകിയില്ലേ? വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. നിങ്ങൾക്ക് കാഴ്ച തന്നില്ലേ? കേൾവി തന്നില്ലേ? ചിന്താശേഷി തന്നില്ലേ? നിഅമത്താണ്, പടച്ചോൻ തന്നതാണ്. എന്തിനാ? അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളെ നോക്കി കണ്ട് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് മടങ്ങാൻ. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت.
നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ? നോക്കണം. അത് ദൃഷ്ടാന്തമാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കി നന്നായി ജീവിക്കാൻ ഒട്ടകം നിന്റെ കണ്ണുകൾക്ക് ദൃഷ്ടാന്തമാണ്. നീ ആകാശലോകത്തേക്ക് നോക്കുന്നില്ലേ? നിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കുന്നില്ലേ? നിനക്ക് ദൃഷ്ടാന്തമാണ്, തെളിവാണ് നന്നാകാൻ. ഇതൊക്കെ സൃഷ്ടിച്ച പടച്ചോൻക്ക് എന്നെ വിചാരണ ചെയ്യാൻ പണിയുണ്ടോ? ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു റബ്ബിന് എന്നെ നിരീക്ഷിക്കാൻ പണിയുണ്ടോ? ഇതെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന് എന്റെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകാൻ വല്ല പ്രയാസമുണ്ടോ? ഇല്ല. ഇത് ചിന്തിക്കാനാണ്. എന്നാൽ ചില മനുഷ്യരുണ്ട്, അവർ നരകത്തിന്റെ വിറകുകളായി മാറുന്നു. കണ്ണുണ്ട്, പക്ഷേ കാണേണ്ടത് അവർ കാണാതെ പോകുന്നവരാണ്. കണ്ണുണ്ടായിട്ട് നരകത്തിൽ. എന്തേ? കാണേണ്ടത് അവർ കാണുന്നില്ല, ചിന്തിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ചില രംഗങ്ങളെ കുറിച്ച് ഖുർആനിലും ഹദീസിലൊക്കെ പറയാം, നിങ്ങൾ ചിലത് കാണരുത്, ചില സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ നോക്കരുത്. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി. ഖുർആനിന്റെ ചില വിശദീകരണമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണാം, നബിയെ, ദുനിയാവിന്റെ ആഡംബരവും സുഖലോലുപതയിലുമായി ജീവിക്കുന്നവരിലേക്ക് നിന്റെ കണ്ണുകളെ നീ പായിക്കണ്ട. അതിന്റെ പേരിൽ അസൂയ വേണ്ട. അവരുടേതായ സുഖാഡംബങ്ങളുടെ പേരിൽ നിനക്കൊരിക്കലും നിരാശയുണ്ടാകണ്ട. അതൊന്നും നോക്കി നീ പ്രയാസപ്പെടണ്ട. അതൊക്കെ ഒരു പരീക്ഷണത്തിൽ കൊടുത്തതാണ്. നബിയെ, മുഅ്മിനീങ്ങളായ പുരുഷന്മാരോട് പറയണം, വകുല്ലിൽ മുഅ്മിനീൻ യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. നബിയെ, സകലരായ മുഴുവൻ മുഅ്മിനീങ്ങളോടും പറയണം, നമുക്കൊക്കെ ബാധകമാണ്. യഗുല്ലൂ മിൻ അബ്സാരിഹിം, അവരുടെ ദൃഷ്ടികൾ അവർ താഴ്ത്തണം. എല്ലാം നോക്കി നടക്കാൻ പറ്റൂല. പാടില്ലാത്തിടത്ത് നമ്മൾ കണ്ണുകളെ നിയന്ത്രിക്കാൻ, താഴ്ത്താൻ നമുക്ക് സാധ്യമാകണം. സഹോദരിമാരോട്, സ്ത്രീകളോട് പറഞ്ഞു, വകുല്ലിൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളായ സത്യവിശ്വാസിനികളോട് പറയണം, നബിയെ, യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന. ആണ് മാത്രല്ല, പെണ്ണും നിയന്ത്രിക്കണം. എന്ത്? നോക്കുന്നതും കാണുന്നതുമൊക്കെ ശ്രദ്ധിക്കണം. അവർ അരുതാത്തതിന്റെ മുമ്പിൽ അവരുടെ കാഴ്ചകളെ, കണ്ണുകളെ നിയന്ത്രിക്കാൻ പറയണം, താഴ്ത്താൻ പറയണം. നബിയെ, മര്യാദയാ പഠിപ്പിച്ചിരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ, ഈ കണ്ണുകൊണ്ട് നരകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള 2 മാർഗം പഠിപ്പിച്ചു തന്നു. അതാണ് ഒരു നിഅമത്തിന്റെ ഗുണം. ആ നിഅമത്ത് നല്ലപോലെ ഉപയോഗിച്ചാൽ അയാൾക്ക് സ്വർഗത്തിലെത്താനുള്ള വഴിയുണ്ട്. ഐനാനി, 2 കണ്ണുകൾ, ലാ തമസ്സുഹുമന്നാർ, അതൊരിക്കലും നരകം സ്പർശിക്കാത്ത കണ്ണുകളാണ്. ഒന്ന്, ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാ. നമുക്ക് എപ്പോഴെങ്കിലും ഈ ആയുസിന്റെ ഇടക്ക്, ഈ നൂറ്റാണ്ടിന്റെ ഇടക്ക് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാ? മക്കൾ ആശുപത്രിയിലായി, ഭാര്യക്ക് സുഖമില്ലാതായി, വേറെന്തോ എമർജൻസി പ്രശ്നം വന്നു, മനസ്സറിയാതെ നമ്മൾ വിങ്ങിപ്പൊട്ടി കരയും. അള്ളാഹുവിനെ ഓർത്ത്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന കണ്ണുകളാണോ? നരകത്തിൽ വീഴൂല. വഈനുൻ, 2ാമത്തെ കണ്ണ്, ബാതത് തഹ്റുസു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച് കാവലിരിക്കുന്ന കണ്ണുകളാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ, സത്യത്തിൽ, നന്മയുടെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണുകളാണ്. ഇതൊക്കെ നമ്മളൊന്ന് അട്ടിവരയിട്ട് വിശദീകരണം ആവശ്യമില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് കാഴ്ച എന്ന സംവിധാനം, ശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകാം. അത് ഇല്ലാതെ ജനിക്കുന്നവരുണ്ടാകാം. കാഴ്ച പരിമിതരാകുന്ന, അതിന്റെ രൂപത്തിലുള്ള വൈകല്യങ്ങൾ വല്ലതും ബാധിച്ചാൽ അവരും മനസ്സിലാക്കണം, ഇതും ഒരു നിഅമത്താണ്, ഒരു പരീക്ഷണമാണ്. എങ്ങനെയാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരിക്കൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എന്താ അല്ലാഹു പറഞ്ഞത്? ഇദബ്തലൈതു അബ്ദീ ബിഹബീബതൈ, എന്റെ ഏതെങ്കിലും ഒരടിമയെ 2 പ്രിയപ്പെട്ടത് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ, ആ 2 പ്രിയപ്പെട്ടത് എന്ന് പറഞ്ഞ 2 കണ്ണുകൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ, കാഴ്ചയില്ലാത്ത അവസ്ഥ വന്നാൽ, ഫസബറ, എന്നിട്ടും അവൻ ക്ഷമിച്ചാൽ, അവദതുഹു മിൻഹുമൽ ജന്ന, അതിന് പകരമായി നാം അവന് സ്വർഗം പകരം കൊടുക്കും.
കാഴ്ചയില്ലാത്ത ആളുകൾ, അത്തരം പരിമിതികളുള്ള ആളുകൾ അവർ ചിന്തിക്കേണ്ടത് എന്താണ്? അതും ഒരു പോസിറ്റീവാണ്. അതെന്താ? എനിക്ക് ഇതുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത് സ്വർഗം നേടാനും നാളെ ഈ ദുനിയാവിലെ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും സ്വർഗത്തിൽ അള്ളാഹുവിനെ നിറഞ്ഞ പൂർണ്ണ ശോഭയോടെ കാണാൻ മാത്രമുള്ള അവസരം അതുകൊണ്ട് അവർക്ക് ലഭിക്കപ്പെടുകയാണ്. സ്വഹാബിമാരിൽ പ്രമുഖരായിരുന്ന പലവരും കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു സഹാബിയാണ്. പള്ളിയിലെ മുഅദ്ദിനായിരുന്നു. നല്ല ധാരാളം ഇൽമുണ്ടായിരുന്നു. എത്രയോ ഹദീസുകൾ മനഃപ്പാഠമാക്കിയത് പഠിപ്പിച്ചയാളായിരുന്നു. എന്തിനേറെ അത്തരം ഒരു പരിമിതി ഉണ്ടായിട്ട് പോലും യുദ്ധരംഗത്ത് പങ്കെടുത്ത് ഖാദിസിയ എന്നറിയപ്പെടുന്ന യുദ്ധത്തിലാണ് അന്ധനായ കാഴ്ചപരിമിതനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. വെറുതെരിക്കല്ല, ഒരു യാചനയുടെ വഴിയായി കാണില്ല. ആ കാര്യം വരെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലേക്ക് കൊടുക്കുകയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ആരായിരുന്നു? കുഞ്ഞുനാളുകളിൽ ശരിക്ക് കാഴ്ചക്ക് നല്ല പ്രയാസം ഉണ്ടായിരുന്നു. ശരിക്ക് വായിക്കാനോ എഴുതാനോ കഴിഞ്ഞിരുന്നില്ല. ഉമ്മ മനസ്സിലാക്കിയിട്ട് വേദനയോടെ പലപ്പോഴും അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പിന്നീട് കുറച്ചു പ്രായം കൂടിയപ്പോൾ നല്ല തെളിച്ചത്തിൽ, നിലാവെളിച്ചത്തിൽ ഇരുന്നു കൊണ്ട് ഹദീസ് എഴുതാൻ മാത്രമുള്ള കാഴ്ചശേഷി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ലഭിച്ചു. എന്താ പഠിക്കേണ്ടത്? ഇതും അള്ളാഹുവിന്റെ മാർഗത്തിൽ ലഭിക്കുന്ന ചില നിഅമത്തുകളെ കൂട്ടി വായിക്കുക. നമ്മുടെ ആധുനിക യുഗത്തിൽ 1992 മരണപ്പെട്ട ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി സൗദി അറേബ്യയിലെ മുഫ്തിയായിരുന്നു. ആ മഹാപണ്ഡിതന്റെ ചരിത്രത്തിൽ 16 വയസ്സിൽ കണ്ണിനൊരു രോഗം ബാധിച്ചു. 20ാമത്തെ വയസ്സിൽ പൂർണ്ണമായും കാഴ്ചശേഷി നഷ്ടപ്പെട്ടു. 20 വയസ്സുവരെ കണ്ടിരുന്ന കാഴ്ച 20ാം വയസ്സിൽ നഷ്ടപ്പെട്ടു. എന്നിട്ട് സൗദി അറേബ്യയുടെ മുഫ്തിയായി മാറാൻ മാത്രമുള്ള പാണ്ഡിത്യം നേടിയെടുത്തു. ചരിത്രം പറയുന്നു 41-ലധികം കിതാബുകൾ രചിച്ചു. 1982 കാലഘട്ടങ്ങളിൽ കിങ് ഫൈസലിന്റെ പുരസ്കാരം, അവാർഡ് വരെ നേടിയെടുത്തു ഇസ്ലാമിക സേവനങ്ങൾക്ക്. ഞാൻ പറഞ്ഞു വന്നത്, പടച്ച റബ്ബ് തരുന്നതിൻ്റെയൊക്കെ ആ ഗുണങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടും എല്ലാ കുറവുകളെയും നമുക്ക് നന്മയിലേക്ക് മാറ്റാൻ വരെ സാധിക്കുമെന്നതിൻ്റെ അടയാളങ്ങളാണ്. അത്തരം ആളുകൾ, കാഴ്ച പരിമിതരായ ആളുകൾക്ക് പഠിക്കാൻ ഓൺലൈൻ സംവിധാനങ്ങൾ ഇന്നുണ്ട്. അവർക്ക് പഠിക്കാൻ സംവിധാനങ്ങൾ ഇന്ന് ഒരുക്കിയിട്ടുണ്ട്. ദീന് പഠിക്കാൻ ഒരുക്കിയിട്ടുണ്ട്. അത്തരം എത്രയോ സംരംഭങ്ങൾ ഇപ്പോൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ അത്തരം സംരംഭങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മൾ ഓരോന്നോരോന്നൊന്ന് പരിശോധിച്ചാൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മൾ എത്രമാത്രം അള്ളാഹുവിനോട് ശുക്ർ കാണിക്കേണ്ടവരാണെന്ന് ചിന്തിക്കാനും വിനയാന്വിതരാവാനും അള്ളാഹുവിന് നന്ദിയുള്ളവരാകാനും നമ്മളെക്കാൾ താഴെയുള്ള ആളുകളുടെ പ്രയാസങ്ങളിലേക്ക് ഈ കണ്ണുകൊണ്ട് നോക്കാനും അവരെ സഹായിക്കാനും നമുക്ക് സാധ്യമാകണം. അള്ളാഹു നമുക്കെല്ലാം നിഅമത്തുകൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന നല്ലവരിൽ പെടാൻ വേണ്ടി നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ജല്ല ഫിഅല അഹ്മദുഹു സുബ്ഹാനഹു واشكره على ما أنعم به علينا واشهد أن لا إله إلا الله الخالق الرازق الإله واشهد أن سيدنا وحبيبنا محمدا عبده ورسوله ومجتباه صلى الله عليه وعلى آله وصحبه ومن والاه. أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ നിയമവിലക്കുകൾ പാലിച്ചുകൊണ്ട് പടച്ച റബ്ബിൻ്റെ നല്ല അടിമകളായി ജീവിക്കാനും ഈമാനോടുകൂടെ മരിക്കാനും നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ അത് വായിക്കുമ്പോൾ, അതിലെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ 3 ബലികളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ആദ്യം നടന്ന ബലി ആദം നബി അലൈഹിസ്സലാമിന്റെ 2 മക്കളിലാണ്. ഹാബീൽ, ഖാബീൽ എന്നാണ് അവരുടെ പേര്.
രണ്ടുപേരും ഒരു ബലി നേർച്ച ചെയ്തു. രണ്ടുപേരും അത് നിർവഹിച്ചു. ഹാബീലിൻ്റെത് സ്വീകരിച്ചു, കാബീലിൻ്റെത് സ്വീകരിച്ചില്ല. ചരിത്രം പറയുന്നു, കാബീൽ അത് ചെയ്യുമ്പോൾ നിയ്യത്ത് ശരിയായിരുന്നില്ല, നല്ലൊരു നിയ്യത്തിലല്ലായിരുന്നു. അക്കാരണത്താൽ അത് സ്വീകരിക്കപ്പെട്ടില്ല, തള്ളപ്പെട്ടു. അതിന്റെ പേരിലാണല്ലോ കാബീൽ ഹാബീലിനെ കൊന്നു കളഞ്ഞ സംഭവം വിശദീകരിക്കുന്ന ആദ്യത്തെ കൊലപാതകം നടന്നത്. രണ്ടാമത് നടന്നത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ബനൂ ഇസ്രായേലുകാരുടെ ചരിത്രം പറയുന്നിടത്ത് നിങ്ങളൊരു പശുവിനെ അറുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് അറവ് നടക്കാതിരിക്കാൻ അവർ പല ചോദ്യങ്ങളും ചോദിച്ചു നോക്കി. അവസാനം അവർക്കത് അങ്ങനെ അറുത്തേ പറ്റൂ എന്ന മതനിയമം വന്നു. ഏറ്റവും മുന്തിയ ഇനം ഉരുവിനെ തന്നെ അവർക്ക് അറക്കാൻ കഴിഞ്ഞു. പക്ഷേ മനമില്ല, മനസ്സോടെ അവർ അത് ചെയ്തത് കൊണ്ട് ഖുർആൻ പറഞ്ഞു, ഫദബഹൂഹാ വമാ കാദൂ യഫ്അലൂൻ. അവര് അറക്കല്ല, അവര് കൊല്ലാണ് ചെയ്തത്. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. മൂന്നാമത്തെ അറവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്മായിൽ നബിനെയാണ്. അറവിനു വേണ്ടിയുള്ള എല്ലാം തീരുമാനമായി. നേർച്ച ചെയ്ത് അല്ലെങ്കിൽ തീരുമാനിക്കപ്പെട്ട കാര്യം നടപ്പിലാക്കാനുള്ള എല്ലാം ഓക്കെയാക്കി. അവസാന സമയത്ത് ഇത് നടപ്പിലാകും, അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇത് പൂർത്തിയാക്കുമെന്ന് മനസ്സിലാക്കിയപ്പോ ഇനി വേണ്ടതില്ല. അറവ് ശരിക്കും നടന്നിട്ട് പോലുമില്ല. പകരം നടന്നത് ഒരു വമ്പിച്ച പകരം അറവ് അവിടെ നടക്കുകയുണ്ടായി. ഒരു ആടിനെ പകരം അറവ് നടക്കുകയുണ്ടായി. എന്നിട്ടത് മാതൃകയാക്കിയിട്ട് പിൽക്കാലത്ത് വരുന്ന എല്ലാ ഉമ്മത്തുകൾക്കും എല്ലാ മനുഷ്യർക്കും അതൊരു മാതൃകയായി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. വിശുദ്ധ ഖുർആനിന്റെ അഹ്ലികാരായ നമ്മളോട് ഒരു ചെറിയ സൂറത്തിൽ തന്നെ പറയുന്നു, ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. ആകയാൽ നീ റബ്ബിന് വേണ്ടി നിസ്കരിക്കണം, റബ്ബിന് വേണ്ടി ബലിയറുക്കണം. ഇതിപ്പോ എന്തിനപ്പോ ഇങ്ങനെ ഇത്ര നേരത്തെ പറഞ്ഞ പെരുന്നാളായിട്ടില്ലല്ലോ? ആയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ബലിയെ പറ്റി പറഞ്ഞു ഒരുങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് പെരുന്നാളിന് ബലി പെരുന്നാളിന് അറക്കാൻ കഴിയില്ല. മഹാന്മാരായ ഉലമാക്കന്മാര് പറയാണ്, നിസ്കരിക്കണം എന്ന് പറഞ്ഞതിന്റെ കൂടെയാണ് ബലിയറുക്കണം എന്ന് പറഞ്ഞത്. മഹാനായ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, ഈ രണ്ട് കാര്യങ്ങൾ ഹസ്സഹാതൈനി അൽ ഇബാദതൈനി بالذكر لأنهما من أفضل العبادات. ഈ രണ്ട് കാര്യവും അല്ലാഹുവിനുള്ള ആരാധനയിൽ ഏറ്റവും മികച്ച രണ്ടെണ്ണമാണ്. നിസ്കാരം, അതിന്റെ പോരിശയും അതിന്റെ ഫളലും അതിന്റെ ശ്രേഷ്ഠ ഗുണങ്ങളൊന്നും വിശദീകരിക്കേണ്ടതില്ല. അതുപോലെ ശ്രേഷ്ഠതയുണ്ട് ബലികർമ്മം എന്നതിന്. വഅജല്ലിൽ ഖുർബാത്ത്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഉന്നതമായ സാമീപ്യം സിദ്ധിക്കാൻ പറ്റുന്ന ഇബാദത്താണ് ഇത് രണ്ടും. അതുകൊണ്ടാണ് അത് ചേർത്ത് പറഞ്ഞത്. മഹാനായ നാസിർ സഅദി റഹ്മത്തുള്ളാഹി ഒന്നുകൂടെ വിശദീകരിച്ചു. ബലിയറുക്കുക എന്ന് പറഞ്ഞാൽ വഫിന്നഹിരി തഖറബുൻ ഇലല്ലാഹ്, അയാൾ അല്ലാഹുവിലേക്ക് സാമീപ്യം സിദ്ധിച്ച് അല്ലാഹുവിലേക്ക് അടുക്കുകയാണ്. ബിഅഫ്ളലി മാ ഇൻദൽ അബ്ദി മിനൻ നഹായിരി, അവന്റെ അടുത്ത് അറുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരെണ്ണത്തിനെ തെരഞ്ഞു പിടിച്ച് അറുക്കുന്നതിലൂടെ. വൈഖറാജുൽ ലിൽ മാലില്ലദീ ജബലത്തിൻ നുഫൂസ് അലാ മഹബ്ബതിഹി, അവന് ഏറ്റവും ഇഷ്ടമുള്ള അവന്റെ പണം അള്ളാന്റെ മാർഗത്തിൽ അവൻ ചെലവഴിക്കുകയാണ്. വശുഹ്ബിഹി, അവൻ ഏറ്റവും പിശുക്കാൻ ഇഷ്ടപ്പെടുന്ന അവന്റെ പണം അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയറുക്കാൻ സന്നദ്ധനാവുകയാണ്. പൈസ പൊട്ടിക്കുകയാണ്, പണം പൊട്ടിക്കുക. പണം പൊട്ടിക്കണവർ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. നല്ല കാര്യത്തിന് ബലിയറുക്കാൻ വേണ്ടിയിട്ട് പിശുക്ക് മാറ്റി വെച്ച് അവൻ ഏറെ ഇഷ്ടപ്പെടുന്ന അവന്റെ പണമെടുത്ത് അവൻ നല്ലൊരു മൃഗത്തെ കണ്ടെത്തി അതിനെ വളർത്തി അതിനെ ബലിയറുത്ത് ആ പുണ്യത്തിൽ അവൻ പങ്കാളിയാകുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയ ഇബാദത്താണ്. അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ദുൽഖഅദയുടെ ഈ ഒരു സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ അറവ് നടത്താനുള്ള നിയ്യത്ത് വെച്ചിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടോ? ഇപ്പൊ ഒരുങ്ങണം.
അതിന് മൃഗത്തിനെ കണ്ടെത്തണം. ആദ്യം ചിന്തിക്കേണ്ടത് ഒരു ഷെയർ കൂടാൻ പറ്റുമോ എന്നല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കണം എന്തെന്നറിയോ? 2 എണ്ണത്തിന് അറക്കാൻ കഴിവുള്ളവൻ ഒരു ഷെയർ കൂടി രക്ഷപ്പെട്ടാണ്. ഒരു 2 എണ്ണത്തിന് അറക്കാൻ മാത്രമുള്ള പൈസ ഉള്ള മനുഷ്യന്മാര് 5000 രൂപന്റെ 6000 രൂപന്റെ ഷെയർ കൂടിയിട്ട് തൽക്കാലം രക്ഷപ്പെട്ടാണ്. പിറകിലേക്ക് പോകാൻ അള്ളാന്റെ മുമ്പിൽ നമുക്ക് പറയാൻ കാരണമുണ്ടോ നോക്കണം. ആദ്യം ചെയ്യേണ്ടത് എന്നെ കൊണ്ടും എന്റെ കുടുംബത്തിനെ കൊണ്ടും ഒന്ന് സ്വന്തമായി അറക്കാൻ കഴിയുമോ എന്നാണ് ആദ്യത്തെ ചിന്ത. 2, അതിന് പറ്റാത്ത ചിലരുണ്ടാകും. ഒരു ഫുൾ എന്നത് ഏറ്റെടുക്കാൻ കഴിയാത്ത ആളുണ്ടാകും. ഇനി മുഴുവനായി ഒരാടിനെ അറക്കാൻ കഴിഞ്ഞുള്ളൂ എങ്കിൽ അത് മതി. അതാണ് ഏറ്റവും ശ്രേഷ്ഠത. ഒരു ഷെയർ കൂടുന്നതിനേക്കാൾ ശ്രേഷ്ഠത ഒരു മുഴുവനായ ഒരാടിനെ സ്വന്തമായി അറിവ് നടത്തുന്നതാണ്. 3, ഇനി ഒരാൾക്ക് സാമ്പത്തികമായി നോക്കൂ നിങ്ങൾ, സാമ്പത്തികമായ പരിമിതി വെച്ച് ഒരെണ്ണത്തിന് കഴിയാത്തവൻ പോലും ഇതിൽ പങ്കെടുക്കാൻ ഇസ്ലാം നൽകിയ ഇളവാണ്. 7 പേര് ജോയിന്റായി ചേർന്നിട്ടാണെങ്കിലും ശരി ഒരെണ്ണത്തിൽ അവർ പങ്കുകൊള്ളട്ടെ. 7 കൂടുതലായി 8ാമതൊരാൾ ചേർന്നാൽ 7 ആളതും പോയി. ഉദ്ഹിയത്ത് ശരിയാവില്ല. മുതിർന്ന കാലികളായിട്ടുള്ള വലിയ മൃഗങ്ങളെ അറിവ് നടത്തുന്നവർക്ക് 7 പേരാണ് അതിൽ ഷെയർ ചെയ്യേണ്ടത്. ഏറ്റവും നല്ല ഇഖ്ലാസോടുകൂടെ നല്ല നീയത്തോടുകൂടി അവയെ വേടിച്ച് പരിക്കുകളില്ലാത്ത കേടുകളില്ലാത്ത നല്ല മുന്തിയ ഇനത്തെ തെരഞ്ഞു പിടിച്ച് വളർത്തി ഭക്ഷണം കൊടുത്ത് ആദരവ് നൽകി ഒരു നല്ല കാഴ്ചപ്പാടിൽ അതിനെ വളർത്തിയിട്ട് ബലിപെരുന്നാളിന് അതിനെ അറിവ് നടത്തുന്നതിൻ്റെ ഒരു ഗുണം നമ്മളിൽ ഇനി മുതൽ ഇൻഷാ അല്ലാഹ് വളർത്തിയെടുക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹുവയുടെ മാർഗത്തിൽ, റബ്ബിന്റെ ഇഷ്ടപ്പെട്ട ഈ മാർഗത്തിൽ നമ്മൾ ഒന്ന് ഒരുങ്ങി പുറപ്പെട്ടാൽ നമ്മുടെ മഹല്ലിൽ ഒട്ടനേകം ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന വിധേന അതിന് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തു തുടങ്ങുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദ വിവരങ്ങൾ നമ്മൾ അറിയിക്കും. എങ്കിലും നല്ലൊരു നീയത്തോടെ നമ്മൾ അതിൽ പങ്കാളികളാവാൻ ഇപ്പോഴേ ഒരുങ്ങണമെന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, മദ്രസ സംവിധാനങ്ങൾ അതിൻ്റെ അഡ്മിഷൻ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. സ്കൂളുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. അതിനിടയിൽ നമ്മുടെ മക്കളുടെ മതപഠനത്തിന്റെ കാര്യത്തിൽ ഒട്ടും നമ്മൾ പിറകിലാവരുത്. വലിയ വലിയ കോഴ്സുകൾക്കും കോളേജുകളും തെരഞ്ഞു നടക്കുന്നതിനിടയിൽ എൻ്റെ മകൻ്റെ നമസ്കാരം, എൻ്റെ മകളുടെ ഇബാദത്ത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിസ്മരിച്ചു പോകരുത്. മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞുപോയ നമ്മുടെ ഹൈസ്കൂൾ, +2, ഡിഗ്രി കുട്ടികൾക്ക് നമ്മുടെ പള്ളിയുടെ കീഴിൽ CRE എന്ന പേരിൽ ഒരു കോഴ്സ് ആരംഭിക്കാൻ പോവുകയാണ്. ഒരു സെമസ്റ്റർ എന്ന രൂപത്തിൽ 6 മാസം നമസ്കാരവുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു ക്ലാസ് അവർക്ക് 6 മാസം കൊണ്ട് ലഭിക്കുന്ന വിധേന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അത് പഠിക്കാനുള്ള ഒരു വേദി എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെയുണ്ട്. കമ്മിറ്റിയുമായി ബന്ധപ്പെടണം. രക്ഷിതാക്കളെ, ഞാൻ എത്രയോ സന്ദർഭങ്ങളിൽ ഇത്തരം കാര്യങ്ങളെ കൊണ്ട് പറയാറുണ്ട്, വീണ്ടും വീണ്ടും പറയുന്നു. നമുക്കുള്ളതാണ് ഈ മെസ്സേജ്. നമ്മുടെ കുട്ടിക്ക് നാം നൽകുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനമാണ് അവർക്ക് ദീൻ എന്ന് പറയുന്നത്. അത് ലഭിക്കാൻ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കി അനുഗ്രഹിച്ച് മാറ്റി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കൽ ദുആ ചെയ്തിരുന്നു നമ്മുടെ പ്രവർത്തകനായ ജംഷീർ കീരിയോട്. അദ്ദേഹത്തിൻ്റെ 5 വയസ്സുള്ള മകൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിയിൽ മരണം സംഭവിക്കുകയുണ്ടായി. അള്ളാഹു ആ കുഞ്ഞിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. കുടുംബത്തിന്, സഹോദരൻ, അവരുടെ കുട്ടിയുടെ ഉമ്മാക്കൊക്കെ നല്ല ക്ഷമയും ഈമാനും പ്രതിഫലവും അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. രോഗികൾക്കെല്ലാം അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കെടുതികളിൽ നിന്നും നമ്മെ എല്ലാം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ശാക്കിരീങ്ങളിൽ അള്ളാഹുവെ ഞങ്ങൾ നീ ഉൾപ്പെടുത്താൻ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിത മേഖലകളിലെല്ലാം ഖൈറും ബറക്കത്തും അധികരിപ്പിച്ചു നൽകണമേ. ഇണകളിലൂടെ, മക്കളിലൂടെ ഞങ്ങൾക്ക് കൺകുളിർമയും സന്തോഷവും അധികരിപ്പിച്ചു നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅക വഅഅദാഅ الدين. اللهم توفنا مسلمين والحقنا بالصالحين. اللهم ربنا آمنا فاكتبنا مع الشاهدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين.